ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇത് നമ്മൾ എന്താണ്, ഐ തിങ്ക് വ്യാഴാഴ്ചയിലത്തെ തേഴ്സ്ഡേ വ്ളോഗാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു വെച്ചാൽ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഗോതമ്പ് ദോശ എന്താ പറയുക, ഇവിടെ ഒട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോതമ്പ് പൊടി, ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ ഉപ്പ്, വെള്ളം ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുക. അത് നമുക്ക് മിക്സിയിലിട്ടിട്ടും വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ അത് നല്ല കട്ടയില്ലാതെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഗോതമ്പ് ദോശ തയ്യാറാക്കുക. പിന്നെ തക്കാളി ചമ്മന്തിയാണ് അതിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം. ഇപ്പോൾ അനു അടക്കം, അതായത് കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയാണ് അവരുടെ ഫേവറേറ്റ്. അപ്പോൾ തക്കാളി ചമ്മന്തി ആണെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതായത് ഒന്ന് നമ്മൾ വഴറ്റിയിട്ട് അരച്ചെടുക്കും മിക്സിയിൽ, അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. അതല്ല വെറുതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വഴറ്റിയാണ് എടുത്തത്. രണ്ടും നല്ല ടേസ്റ്റുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കടുക് ചേർക്കും. കടുക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ പിന്നെന്താ പച്ചമുളകും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ചേർത്തിട്ട് അത് നന്നായിട്ട് എണ്ണ വേണം കേട്ടോ. എണ്ണ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എണ്ണയിൽ നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൽ കറിവേപ്പിലൊക്കെ ചേർക്കുക. ഓക്കെ, അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ തയ്യാറാക്കുന്ന തക്കാളി ചമ്മന്തി. അപ്പോൾ ഈ കടുക് പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മളിതെല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചതിന് ശേഷം പിന്നെ കടുക് താളിക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം വഴറ്റാണ് ചെയ്തത്. അതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്ങനെ വെച്ചാലും തക്കാളി ചമ്മന്തി ആയാൽ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഗോതമ്പ് ദോശയ്ക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ ഇതിൽ നമ്മൾ ടേസ്റ്റ് വ്ളോഗല്ലേ. അപ്പോൾ അന്ന് ഞാനും അതുപോലെ തന്നെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രം അന്ന് ഇല്ല, വിക്രം പോയിരിക്കുകയായിരുന്നു. ആൾ വയനാട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മോന് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ ബാക്കി നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസ് കാണാം കേട്ടോ.
അപ്പോൾ മോന് സ്കൂളിലേക്ക് ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയായിരുന്നു. അപ്പോൾ അത് മോന് ഭയങ്കര ഇഷ്ടമാണ്, അത് കൊണ്ടുപോകാനായിട്ടും അവന് കഴിക്കാനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു ദോശ കഴിച്ചിട്ടാണ് അവൻ പോയത്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് തക്കാളി ചമ്മന്തിയും ഗോതമ്പ് ദോശയും. മോൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സാധാരണ ചായ ആദ്യം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ചിലപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അവനും സ്നാക്സ് തയ്യാറാക്കുന്ന ഇടയിൽ കൂടെ ഞാനത് ചിലപ്പോൾ ചായ കുടിക്കുന്നൊരു ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇരുന്ന് ചായ കുടിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എല്ലാം അവന് കൊടുത്ത ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കിയത്. പിന്നെ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഞാനപ്പോൾ അങ്ങനെ കഴിച്ചു രാവിലത്തെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വിക്രമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊന്നും ചായയല്ല ഞാൻ ഉണ്ടാക്കിയത്, ഹോർലിക്സ് ആട്ടോ ഉണ്ടാക്കി. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാൻ ഹോർലിക്സ് തയ്യാറാക്കി. സോ ഗൈസ്, ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ പോണത് ഇരിങ്ങാലക്കുട വരെ പോകണം. എനിക്ക് ഒരു പ്രസൻറ്റ് വാങ്ങിക്കാനുണ്ട്. മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ എന്താ പറയുക, അത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാണ് പോണത്. അപ്പോൾ അവൻ സ്കൂളിൽ പോയി 6 മണിക്ക് വന്നിട്ട് 6 മണിയാകുമ്പോൾ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് പോവാണ്. വാങ്ങിച്ചിട്ട് വേണം വരാം. എന്ത് വാങ്ങിക്കും എന്നുള്ളതാണ്. 2 ട്വിൻസാണ് അവർ, സൂര്യ പുണ്യ എന്ന് പറഞ്ഞിട്ട്. ആൺകുട്ടിയും പെൺകുട്ടിയാണ്. ഞാൻ വിചാരിക്കണത് എന്തെങ്കിലും ഒരു ബോർഡ് ഗെയിംസ് ആണെങ്കിൽ 2 പേർക്കും കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് വിചാരിക്കണത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കണം, പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കി വാങ്ങിക്കണം. അപ്പോൾ ഐ എം വെയിറ്റിംഗ്. ഓട്ടോയ്ക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. സോ ടുഡേ ഈസ് ടേസ്ഡേ ആണെന്ന്. ഇന്ന് അനു സ്കൂളിലൊക്കെ പോയി രാവിലെ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തി ആയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, തുടക്കത്തിൽ ഞാനതിട്ടില്ലേ. പിന്നെ ഞാനും ഫുഡ് കഴിച്ചു. ഇപ്പോൾ ദാ ഞാൻ കടയിൽ പോകാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ കടയിൽ പോയി വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒപ്പം എന്തുണ്ടായിരുന്നുള്ളത്. ഞാൻ കടയിൽ പോയി വന്നു. ആയിട്ട് കടയിലേക്ക് പോകുമ്പോൾ ഇട്ട കമ്മലത്. ഇനിയിപ്പോൾ 6 മണിക്ക് പോകണം അവിടേക്ക്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനത് പ്രസൻറ്റൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് കടയിൽ നിന്ന് പാക്ക് ചെയ്തു. ഒരു ബോർഡ് ഗെയിം വാങ്ങിച്ചു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഇത് വാങ്ങിച്ചത്. പിന്നെന്താ, അപ്പം ഇനിയിപ്പോൾ അനു ഇന്ന് സ്കൂള് വണ്ടിയിൽ വരാം. കാരണം അവനിന്ന് റെമഡിയലിന് ഇരുത്തണില്ല. അപ്പോൾ വന്നിട്ട് 6 മണിയാകുമ്പോൾ പോകണം. അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ. അങ്ങനെ
സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അർണവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അതാ അർണവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് അതൊന്നും കൊണ്ടുപോണ്ട. അപ്പോൾ ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. എനിക്ക് വേണ്ടി ഒരു ഫ്രണ്ടിന്, എൻ്റെ ഫ്രണ്ടിന് എനിക്ക് വേണ്ടിയായിട്ട് ഒരു ഗിഫ്റ്റ്, ഒരു പോക്കിമോൻ കാർഡ് കൊടുക്കണം. എന്നിട്ട് ആ ഓരോരുത്തർക്ക് കൊടുക്കും. എന്നിട്ട് അവസാനം ഇവിടെ നിന്ന് പോക്കിമാൻ കാർഡ് ഇല്ല, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാങ്ങിക്കുന്ന പണി. വെറുതെ ചുമ്മാ കുറേ കാശ് അങ്ങ് അതിന് വേണ്ടി കളയും. അതൊക്കെ കളഞ്ഞു, അതൊക്കെ ഒതുക്കി വെച്ചപ്പോൾ പോയി. എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും അവൻ്റെ വേറൊരു ഫ്രണ്ട് ഇവിടെ അടുത്ത് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് അവരുടെ വീടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോണേ. അപ്പോൾ പിന്നെ കൂട്ടായല്ലോ, അതാണ്. സോ ദിസ് ഇസ് മൈ കോസ്റ്റ്യൂം. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ഇതാ ഞങ്ങൾ മുന്നിൽ പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഒരു പോക്കിമോൻ കാർഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വീടൊന്നും അറിയില്ല. ലൊക്കേഷൻ അവർ അയച്ചു തന്നിട്ടുണ്ട്. അർണവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരുന്നു. എന്നിട്ട് അവര് വിളിച്ചു. അപ്പനാ എന്തായാലും വരണം, ഞാൻ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, അമ്മയും വിചാരിച്ചു എന്താ അച്ഛല്ല, അപ്പൊ ബോറിങ് ആയിട്ട് മൊത്തം അത് കാരണം. പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ടാട്ടോ, കല്ലംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്താണ്. ഒരു 7-8 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ അത് കാരണം പിന്നെ പോകാമെന്ന് വെച്ചത്. ഇല്ലെങ്കിൽ പോയേനില്ല. ദൂരെയാണെങ്കിൽ പോയേനില്ല. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് കാരണം നമ്മൾ പോവാറുണ്ട്. വല്യമ്മയുടെ വീട്ടിൽ പോണ പോലെ അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 2 ട്വിൻസാണ്, സൂര്യ പുണ്യ അങ്ങനെയാണ് അവരുടെ പേര്. അപ്പോൾ മോൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ കുറച്ച് കുട്ടികളും അവരെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായിട്ടുള്ള കുറച്ച് കുട്ടികളും അവരെ പാരൻസും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളുടെ ഗേൾസൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബോയ്സ് അവിടെ അപ്പുറത്ത് റൂമിൽ ഫോണും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായി. അവസാനം പോരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു എല്ലാവർക്കും. അത് കാരണം നല്ല ജോളിയായിരുന്നു. പിന്നെ കുട്ടികളുടെ എന്താ പറയുക, പാരൻസും ഞങ്ങളും എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 9 മണിക്കായപ്പോൾ വീട്ടിലെത്തി. ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അതൊക്കെയായിരുന്നു, നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അനുവിനൊന്നും പോരണമെന്നേ ഉണ്ടായിരുന്നില്ല. അവന് ഭയങ്കരമായിട്ട്, അതായത് അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി തുടങ്ങി ഓരോരോ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴൊക്കെ. പിന്നെ ഞങ്ങൾ പോകുന്നു 9 മണിയായപ്പോൾ. എൻ്റെ കൂടെ വേറൊരു കുട്ടിയുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് വേഗം പോകുന്നു ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ചു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അർണവിൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ടായി. അപ്പോൾ എന്തായാലും നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നീ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.